ഹായ് ഓൾ, 4ാം ക്ലാസ്സിൻ്റെ EVSലെ 6ാമത്തെ യൂണിറ്റാണ് അപ്പ് അബോവ് ദ സ്കൈ, മാനത്തേക്ക്. അപ്പം നമ്മൾ ഈ ആകാശത്ത് കുറേ കാഴ്ചകൾ കാണാറുണ്ട്. സ്റ്റാർസ് കാണാറുണ്ട്, ചന്ദ്രനെ കാണാറുണ്ട്, അതുപോലെ പകൽ സമയത്ത് സൂര്യനെ കാണാറുണ്ട്. അപ്പോൾ ഇതൊക്കെ എന്താണെന്നുള്ളതും ഇതിനെ പറ്റിയൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. ചെറിയ ചാപ്റ്ററാണ്, എന്താണെന്ന് നോക്കാം. മൂൺലൈറ്റ്, നിലാവ് അല്ലേ. വാവ്, സോ ഇൻട്രസ്റ്റിംഗ്, കൗണ്ട്ലെസ് ട്വിങ്ക്ലിംഗ് സ്റ്റാർസ് ആൻഡ് ദ മൂൺ ഇൻ ഓൾ ഇറ്റ്സ് ഗ്ലോറി. എന്തൊരു ഇൻട്രസ്റ്റിംഗ് ആണ്, കുറേ സ്റ്റാർസ് ഉണ്ട്, അതുപോലെ മൂണും ഉണ്ട് അല്ലേ. ഫ്രണ്ട്സ്, ഹാവ് യു സീൻ സച്ച് എ മാർവലസ് തിങ്സ് ഇൻ ദ സ്കൈ. നമ്മൾ ആകാശത്ത് ചന്ദ്രനെയും അതുപോലെ കുറേ സ്റ്റാർസിനെയും ഒക്കെ കാണാറില്ലേ. അപ്പോൾ ഈ കുട്ടി ചോദിക്കുകയാണ്, വൈ ഈസ് ദ മൂൺ ലൈറ്റ് നോട്ട് ഹോട്ട് ഫാദർ? എന്തുകൊണ്ടാണ് നിലാവിനത്ര ചൂടില്ലാത്തത്? നമ്മുടെ സണ്ണ് പ്രകാശിക്കുന്ന സമയത്ത് എന്താണ്, സൂര്യപ്രകാശം കാരണം നമുക്ക് വളരെ ചൂടാണല്ലേ പകൽ സമയത്ത്. അതുപോലെ എന്താണ് മൂൺ ലൈറ്റിന് ചൂടില്ലാത്തതെന്ന് അച്ഛനോട് മാള് ചോദിക്കുകയാണ്. അപ്പം അച്ഛൻ എന്താ പറയുന്നത്? ദ സൺ ഈസ് എ സ്റ്റാർ ദ ഗിവ്സ് ഔട്ട് ഹീറ്റ് ആൻഡ് ലൈറ്റ് ഓഫ് ഇറ്റ്സ് ഓൺ. സൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ആകാശത്ത് കാണുന്ന ഒരു സ്റ്റാറാണ്. അതുപോലെ വെളിച്ചവും ചൂടും അതിനുണ്ടാക്കാനും എന്തുണ്ട്, സ്റ്റാറിന് കഴിവുണ്ട്. ബട്ട് ദ മൂൺ കാനോട്ട് ഡൂ ദാറ്റ്. പക്ഷേ ഈ ചന്ദ്രൻ എന്താണ്, ഈ കാര്യങ്ങളൊന്നും ചെയ്യാൻ കഴിയില്ല. ഇറ്റ് ഓൺലി റിഫ്ലക്ട് ദ സൺലൈറ്റ് ദാറ്റ് ഫോൾസ് ഓൺ ഇറ്റ്. മൂൺ എന്താ ചെയ്യുന്നത്, അതിൻ്റെ സർഫസിൽ വരുന്ന സൺലൈറ്റിന് എന്താണ് റിഫ്ലക്റ്റ് ചെയ്തിട്ട് ലൈറ്റാക്കി മാറ്റുക ചെയ്യുന്നത്. അപ്പം മൂണിൻ്റെ ലൈറ്റാണോ കാണുന്നത്? അല്ല, സൺലൈറ്റാണ് നമുക്കെന്താണ് മൂണിൽ. നെക്സ്റ്റ് സ്റ്റാർസ്, നക്ഷത്രങ്ങൾ. സ്റ്റാർസ് ആർ ഹെവൻലി ബോഡീസ് ദാറ്റ് ഷൈൻ ഇൻ ദ സ്കൈ. ആകാശത്ത് തിളങ്ങുന്ന ആകാശഗോളങ്ങളാണ് നമ്മൾ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. അതിലൊരു സ്റ്റാറാണ് സണ്ണ്. സൂര്യനൊരു സ്റ്റാറാണ്. ഇനി പ്ലാനറ്റ് എന്താ, സാറ്റലൈറ്റ് എന്താണ്? പ്ലാനറ്റ്സ് ആർ ഹെവൻലി ബോഡീസ് ഇൻ ദ സ്കൈ ദാറ്റ് റിവോൾവ് അറൗണ്ട് ദ സൺ അലോങ് ദ ഡെഫിനിറ്റ് പാത്ത്. ഒരു നിശ്ചിത പാതയിലൂടെ സൂര്യനെ ചുറ്റുന്ന ആകാശത്തിലെ ഗോളങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പ്ലാനറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സൂര്യനെ ചുറ്റുന്ന ആളാണ് ആര്, എർത്ത്. അപ്പോൾ എന്താണ്, എർത്ത് ഇസ് എ പ്ലാനറ്റാണ്. എർത്ത് ഒരു ഗ്രഹമാണ്. ഇനി സാറ്റലൈറ്റ് എന്ന് പറഞ്ഞാൽ ഉപഗ്രഹങ്ങൾ. ഉപഗ്രഹങ്ങൾ എന്താണ്, സാറ്റലൈറ്റ്സ് ആർ ഹെവൻലി ബോഡീസ് ദാറ്റ് റിവോൾവ് അറൗണ്ട് പ്ലാനറ്റ്സ്. പ്ലാനറ്റ്സിനെ അല്ലെങ്കിൽ ഗ്രഹങ്ങളെ ചുറ്റുന്ന ആകാശഗോളങ്ങളെയാണ് നമ്മൾ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. ഇവിടുത്തെ പ്ലാനറ്റ് ആരാണ്, എർത്ത് ഒരു പ്ലാനറ്റാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ എർത്തിനെ ചുറ്റുന്ന ആളാണ് ആര്, സാറ്റലൈറ്റ്. അപ്പോൾ മൂണൊരു സാറ്റലൈറ്റാണ്. എർത്തിനെ ചുറ്റുന്നത് മൂണല്ലേ. ഒരു കറക്റ്റ് പാത്തിലൂടെ സൂര്യനെ ചുറ്റുന്ന ഒരു സ്റ്റാറിനെ ചുറ്റുന്ന ആളെ നമ്മൾ പ്ലാനറ്റ് എന്നും പ്ലാനറ്റിനെ ചുറ്റുന്ന ആളെ സാറ്റലൈറ്റ് എന്നും പറയുന്നു. പ്ലാനറ്റിന് എക്സാമ്പിളാണ് എർത്ത്, സാറ്റലൈറ്റിന് എക്സാമ്പിളാണ് മൂൺ. നമുക്കിവിടെ ഭൂമിയുടെ ചിത്രം കാണാം അല്ലേ. യു നോ ദാറ്റ് ദ എർത്ത് റൊട്ടേറ്റ് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ്. ഭൂമി കറങ്ങുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഒരു അച്ചുതണ്ടിലൂടെ മാത്രമാണ്. ആൻഡ് ദ പാർട്ട് ഓഫ് ദ എർത്ത് ഓൺ വിച്ച് സൺലൈറ്റ് ഫോൾസ് എക്സ്പീരിയൻസ് ഡേ. എർത്തിൽ ഏത് ഭാഗത്താണോ സൺലൈറ്റ് വീഴുന്നത് അവിടെ നമുക്കെന്താണ്, പകലായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ആൻഡ് ദ അതർ പാർട്ട് എക്സ്പീരിയൻസ് നൈറ്റ്. ഏത് ഭാഗത്ത് നമുക്ക് സൺലൈറ്റ് അനുഭവപ്പെടാത്തത് അവിടെ നമുക്ക് രാത്രിയായിട്ട് എക്സ്പീരിയൻസ് ചെയ്യും. അങ്ങനെയാണ് ഈ രാത്രിയും പകലും ഉണ്ടാകുന്നത്. ദ സ്പിന്നിങ് ഓഫ് ദ എർത്ത് ഓൺ ഇറ്റ്സ് ഓൺ ആക്സിസ് ഇസ് കോൾഡ് റൊട്ടേഷൻ. അതിൻ്റെ ആക്സിസ് തന്നെ എർത്ത് മൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളതിന് റൊട്ടേഷൻ എന്ന് പറയും. ഇറ്റ് ടേക്സ് 24 hours ഫോർ എർത്ത് ടു കംപ്ലീറ്റ് വൺ റൊട്ടേഷൻ. ഒരു റൊട്ടേഷൻ കഴിയാൻ എർത്തിന് 24 മണിക്കൂർ വേണം. അങ്ങനെയുള്ള ഒരു റൊട്ടേഷൻ കഴിയും. ഇവിടെ ഈ ചിത്രത്തിൽ റെഡ് മാർക്കിൽ ആരോ കാണുന്നില്ലേ, അങ്ങനെ കറങ്ങുന്നതിനാണ് നമ്മൾ റൊട്ടേഷൻ എന്ന് പറയുന്നത്, ആ ആക്സിസിലൂടെ കറങ്ങുന്നതിന്. ഇനി ദ എർത്ത് ഓൾസോ റിവോൾവ്സ് അറൗണ്ട് ദ സൺ. സണ്ണിന് ചുറ്റും എന്താണ്, എർത്ത് കറങ്ങുന്നുണ്ട്. ഇൻ അഡീഷൻ ടു ദിസ് റൊട്ടേഷൻ, ഈ റൊട്ടേഷന് പുറമെ ഇങ്ങനെ സണ്ണിന് ചുറ്റും എന്താണ്, കറങ്ങുന്നുണ്ട്. ദ മൂവ്മെൻറ്റ് ഓഫ് ദ എർത്ത് അറൗണ്ട് ദ സൺ ഈസ് കോൾഡ് റെവല്യൂഷൻ. സണ്ണിന് ചുറ്റും എർത്ത് മൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ റെവല്യൂഷൻ എന്ന് പറയുന്നത്. The earth takes 365 and 1/4 days to move around the sun once. ഒരു വട്ടം സണ്ണിന് ചുറ്റും കറങ്ങാൻ വേണ്ടിയിട്ട് എർത്ത് 365 ഡേയ്സ് എടുക്കുന്നുണ്ട്. ദിസ് ഈസ് 1 year.
സൂര്യന് ചുറ്റും എർത്ത് മൂവ് ചെയ്ത് വരുമ്പോഴാണ് നമ്മൾ അതിനെ ഒരു കൊല്ലം എന്ന് പറയുന്നത്. ഭൂമി ഒറ്റയ്ക്ക് കറങ്ങുന്നതിന് ഒരു ദിവസം എടുക്കും. ക്ലിയർ ആയില്ലേ? നമ്മൾ ചില രാത്രികളിൽ മൂണ് ഫുള്ളി ബ്രൈറ്റായിട്ടും കാണാം. അതുപോലെ ചില രാത്രികളിൽ മൂണിനെ ചിലപ്പോൾ കാണാനേ കഴിയില്ല. ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ലേ? അതെന്തുകൊണ്ടാണെന്ന് നമുക്ക് നോക്കാം. When the sun and the moon and the earth come in a straight line, ഇത് മൂന്നും ഒരേ രീതിയിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ വരികയാണെന്നുണ്ടെങ്കിൽ, സൂര്യനിൽ നിന്ന് വരുന്ന ഈ വെളിച്ചം മൂണിൻ്റെ ഒരു ഭാഗത്ത് മാത്രമല്ലേ കാണുന്നുള്ളൂ. അപ്പോൾ എർത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് മറ്റേ ഭാഗത്ത് എന്താണ്, ഇരുട്ടായിട്ടായിരിക്കും കാണും. ചന്ദ്രനെ കാണാതെ ആവും. ആ ദിവസത്തെ നമ്മൾ കറുത്ത വാവ് എന്ന് പറയും, അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ എന്ന് പറയും. ഇത്രയേ ഉള്ളൂ. സണ്ണ്, മൂണ്, എർത്ത് മൂന്നും ഒരു സ്ട്രെയിറ്റ് ലൈനിലാവുന്ന സമയത്ത് സണ്ണിൽ നിന്ന് വരുന്ന വെളിച്ചം മൂണിൻ്റെ ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റേ ഭാഗത്ത് എന്താണ്, ഇരുണ്ടതായിട്ടായിരിക്കും എർത്തിൽ നിന്ന് കാണുമ്പോൾ ഉണ്ടാവാം. ഇതിനെയാണ് ന്യൂ മൂൺ ഡേ അല്ലെങ്കിൽ കർത്തവാവ് എന്ന് പറയുന്നത്. ഇനി എന്താണ് ഫുൾ മൂൺ ഡേ? താഴെ ചിത്രത്തിൽ കാണാം. സണ്ണ്, എർത്ത്, മൂണ് ഇങ്ങനെ വരുമ്പോൾ സമയത്ത് ഇവിടെ ആരാ സെൻറ്ററിലുള്ളത്? എർത്താണല്ലേ ഉള്ളത്. ഇവിടെ സണ്ണിൻ്റെ ലൈറ്റ് മൂണിന് കിട്ടുന്ന ആ ഒരു ഭാഗത്തെയാണ് എർത്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എർത്തിൽ നിന്ന് നോക്കുന്ന സമയത്ത് മൂണ് ഫുള്ളി വിസിബിൾ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മളതിന് ഫുൾ മൂൺ ഡേ എന്ന് പറയും, അല്ലെങ്കിൽ പൗർണമിയോ അല്ലെങ്കിൽ വെളുത്തവാവ് ഇങ്ങനെയൊക്കെ പറയും. നമ്മൾ കറുത്തവാവ് വെളുത്തവാവ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി എന്താണ് മൂണിൻ്റെ പ്രത്യേകതകൾ? മൂണിൽ എന്തൊക്കെയുണ്ട്? എന്താണ് സംഭവം? ഇറ്റ് ഈസ് ഫുൾ ഓഫ് റോക്സ്, പീറ്റ്സ് ആൻഡ് ഹിൽസ്. ഈ ചന്ദ്രനിൽ എന്താണ്, കുഴികളുണ്ട്, പാറകളുണ്ട്, അതുപോലെ ചെറിയ ഉയർച്ചകളും ഒക്കെ ഉണ്ട്. നീൽ ആംസ്ട്രോങ്, ദ അമേരിക്കൻ ആസ്ട്രോനോട്ട്, വാസ് ദ ഫസ്റ്റ് മാൻ ടു ലാൻഡ് ഓൺ ദ മൂൺ. ചന്ദ്രനിൽ ആദ്യമായിട്ട് കാല് കുത്തിയ അമേരിക്കയിലെ ഒരു മനുഷ്യനാണ് നീൽ ആംസ്ട്രോങ്. ലേറ്റർ സെവറൽ പീപ്പിൾ വെന്റ് ടു ദ മൂൺ ആൻഡ് ബ്രൗട്ട് സോയിൽ ആൻഡ് റോക്ക് ഫ്രം. നീൽ ആംസ്ട്രോങ്ങിന് ശേഷം കുറേ ആളുകൾ എന്താണ് ചന്ദ്രനിൽ പോയിട്ടുണ്ട്. അവിടുന്ന് റോക്സും അതുപോലെ മണ്ണും ഒക്കെ എന്താണ് ശേഖരിച്ചിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ഇന്ത്യ സെൻഡ് എ സ്പേസ് ക്രാഫ്റ്റ് കോൾഡ് ചന്ദ്രയാൻ 1. അങ്ങനെ ഇന്ത്യ പുറപ്പെടുവിച്ച ഒരു സ്പേസ് ക്രാഫ്റ്റാണ് ചന്ദ്രയാൻ 1 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭൂമിയിൽ നിന്ന് ചന്ദ്രനിൽ എത്തണമെങ്കിൽ ഒരു വാഹനം വേണ്ടേ? അങ്ങനെ ഉണ്ടാക്കിയ ഒരു വാഹനമാണ് ചന്ദ്രയാൻ 1. It went around the moon and provided us with valuable information. അങ്ങനെ അത് മൂണിലെത്തിയിട്ട് വാല്യബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ നമുക്ക് കിട്ടുകയാണ്. അങ്ങനെയാണ് നമ്മൾ മൂണിനെ പറ്റിയൊക്കെ ഓരോന്ന് വിവരങ്ങൾ കണ്ടുപിടിച്ചത്. The success of Chandrayaan is indeed a matter of pride for all Indians. എല്ലാ ഇന്ത്യക്കാർക്കും എന്താണ് അഭിമാനിക്കാൻ പറ്റുന്ന ഒരു നിമിഷമാണത് ചന്ദ്രയാൻ്റെ വിജയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ എന്ന് പറഞ്ഞ ആകാശത്ത് നമ്മൾ വെറുതെ കാണുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ എത്തുകയല്ലേ. ഇനി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ സാറ്റലൈറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇനി ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ആർ സാറ്റലൈറ്റ്സ് മെയ്ഡ് ബൈ മാൻ ആൻഡ് വെന്റ് ടു ദ സ്പേസ് ഫോർ വേരിയസ് പർപ്പസസ്. നമ്മുടെ മനുഷ്യനുണ്ടാക്കിയ സാറ്റലൈറ്റുകളെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് എന്ന് പറയുന്നത്. These satellites are sent to the outer space with the help of rocket. ഈ റോക്കറ്റിൻ്റെ സഹായത്തോടെയാണ് ഈ സാറ്റലൈറ്റ് നമ്മൾ പുറപ്പെടുവിക്കുന്നത്. ആര്യഭട്ട, എഡുസാറ്റ് ആൻഡ് ഇൻസാറ്റ് are some of the artificial satellite launched by India. ഇന്ത്യ ലോഞ്ച് ചെയ്ത ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സുകളാണ് ആര്? ആര്യഭട്ട, എഡുസാറ്റ്, ഇൻസാറ്റ്. ഓക്കെ, ഇത്രയും പേര് ഓർമ്മിച്ച് വെക്കുക. ഇനി എന്തിനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് യൂസ് ചെയ്യുന്നത്? കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട്, വെതർ ഫോർകാസ്റ്റ് നമ്മുടെ കാലാവസ്ഥ നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട്, പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട്, ഇങ്ങനെയൊക്കെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ചാപ്റ്റർ. സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. ഇതിന് മുന്നേ ഉള്ള 5 ചാപ്റ്റർ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും കൂടി പോയി കാണാം. സബ്സ്ക്രൈബ് ചെയ്യാം.